ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിങ്ങനെ മാമ്പഴം എടുത്ത് ഇങ്ങനെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 അല്ലി. 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അതങ്ങ് അരച്ചെടുക്കാം. ഇതിങ്ങനെ അരച്ച് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്. എല്ലാം 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി അത് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ മാമ്പഴം അവിടെ നിന്നങ്ങ് വേവണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിങ്ങനെ ഇളക്കിയിടാം. അപ്പോൾ അത്യാവശ്യം അത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അങ്ങനെ നല്ല രീതിയിൽ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ്. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ഇടാനുള്ളതൊക്കെ താളിച്ചിടണം. അപ്പോൾ നമ്മൾ ആദ്യം ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് കടുകിട്ടത്. പിന്നെ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കൊല്ലമുളക് അങ്ങിട്ട് കൊടുക്കാം, 4-5 എണ്ണം. അതും കൂടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ വേപ്പിലയും കൂടി അങ്ങ് വാടി അങ്ങ് വരുമ്പോഴത്തേക്കും നമ്മുടെ താളിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ആ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ താളിപ്പിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ താളിപ്പ് ഇവിടെ റെഡിയാണ്. ഇത് ആ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ നല്ല രസമാട്ടോ അതിങ്ങനെ വീഴണം. ഇനി അതങ്ങ് ഇളക്കാം, ഇളക്കി കൂട്ടി അങ്ങ് ചേർക്കാം അതിൻ്റെ ഒപ്പം. അങ്ങനെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, നമുക്ക് ഇതങ്ങ് വിളമ്പി അങ്ങ് കഴിക്കാമല്ലേ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ അടിപൊളിയാട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു മാമ്പഴത്തിൻ്റെ മധുരവും പുളിപ്പൊക്കെ ചേർന്ന ഒരു കിടിലൻ കറി തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിത് ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു മാങ്ങയും ആ ഒരു ചാറും ഒക്കെ കൂടി അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഇന്ന് നമുക്കിതിൻ്റെ കൂടെ ഉള്ളത് ചീരത്തോരനാണ്, അതങ്ങ് ഇടുന്നുണ്ട്. പിന്നെ ചാള വറുത്തതും. അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഒരു ഉരുളെടുത്ത് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇഷ്ടം തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കിഡിലൻ കോമ്പിനേഷൻ തന്നെ കേട്ടോ. എല്ലാം കൂടി അങ്ങ് ചേർത്തിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ച് നോക്കാം. ആ മീനും കൂടി അതിൻ്റെയൊക്കെ അങ്ങ് വെച്ച് അങ്ങ് കഴിക്കാം. ഒരു മീനും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.